അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ വളർച്ചയും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ കാലഘട്ടത്തിൽ വൻ പുരോഗതിയുടേതായിരുന്നു. അമേരിക്കയിലെ സഭാംഗങ്ങൾക്ക് അങ്ങേക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഞാൻ 1965 ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നത്. അന്ന് മലയാളികൾ ഈ വളരെ വിരളമാണ് എല്ലാ സ്ഥലങ്ങളിലും. എന്നാൽ അതിനുശേഷമാണ് മലയാളികളുടെ കൂടുതലായിരിക്കുന്ന ആഗമനം ഇവിടെ ഉളവായതും തന്മൂലം മാർത്തോമാ സഭാംഗങ്ങളും എണ്ണം ഇവിടെ കൂടുവാനായിട്ട് ഇടയായത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒന്ന്, ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരത്തോടുള്ള ഒരു ആദരവ് നമുക്കുണ്ടായിരിക്കണം. അതേസമയം തന്നെ നമ്മൾ ജനിച്ചു വളർന്ന സംസ്കാരത്തോടുള്ളതായ ആദരവ് വിസ്മരിക്കുകയും വരുന്നു. ഇവിടെ സംഭവിച്ചത് ചില ആളുകൾ ജനിച്ചു വളർന്ന സംസ്കാരത്തെ ഉള്ള ആദരവ് വിസ്മരിച്ചുകൊണ്ട് പുതിയ സംസ്കാരത്തിലേക്ക് പോയി. ഒന്ന് ലഭിച്ചോ അതുമില്ല, ഉണ്ടായിരുന്നോട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് ഞാൻ കാണുന്നതായിട്ടുള്ള ഒരു വ്യക്തമായിരിക്കുന്ന ധാരണ. എന്നാൽ രണ്ടാം തലമുറ മൂന്നാം തലമുറയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തത കാണും. അത് ഞാൻ സിംഗപ്പൂരിൽ കണ്ടതാണ്. ഒന്നാം തലമുറ നാട്ടിൽ നിന്നുള്ള വഴക്കും ബഹളവും എല്ലാമായിട്ട് ഇവിടെ വന്ന് കിടന്ന് തമ്മിലടിക്കുമായിരുന്നു. പക്ഷേ സിംഗപ്പൂരിലെ രണ്ടാം തലമുറയെ സഭയുടെ ചുമതലകൾ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സുരക്ഷിതരായി അവർ മുൻപോട്ട് പോകുന്നു, അവർ ത്യാഗപൂർവമായിട്ട് പ്രവർത്തിക്കുന്നു, അവരുടെ പിതാക്കന്മാരെ സഭയോടും ദൈവത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുകയും ചെയ്തു. ഇത് അമേരിക്കയിലുള്ള ചില ഇടവുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാം തലമുറയെ ഇടവ് ചുമതലകൾ ഏൽപ്പിക്കുക. അതുകൊണ്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, പ്രായം ചെന്ന ആളുകൾ നാട്ടിലുണ്ടായിരുന്ന ആ വീക്ഷണത്തിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നവർ, അതുകൊണ്ട് ഈ സഭയുടെയും ഇടവുകളുടെയും ഒക്കെ ചുമതലകൾ രണ്ടാം തലമുറയും മൂന്നാം തലമുറയും പരമേൽപ്പിക്കാവുന്നതെന്ന് ഒരിക്കൽ നിശ്ചയമായി ഇവിടെയുള്ളതായ ഭദ്രാസനത്തിന് ശോഭനമായ ഭാവി ഞാൻ കാണുന്നുണ്ട്. അവസാനമായി, എക്യൂമെനിക്കൽ പ്രസ്ഥാനങ്ങളിൽ മാർത്തോമാ സഭ വളരെ സജീവമാണ്. മറ്റ് സഭകളുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. എങ്കിലും മറ്റ് സഭകളിലും മറ്റും തർക്കങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും വരുമ്പോൾ സഭ എന്തെങ്കിലും നിലപാട് പ്രത്യേകമായി എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ സഭ അതിനെ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുന്നു? അല്ല, മറ്റ് സഭകളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ക്ഷണിക്കുകയാവുന്നത് വരികിൽ അവരുടെ മധ്യത്തിലുള്ളതായ പ്രയാസങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് മധ്യസ്ഥത വഹിക്കുക, ആർബിട്രേഷന് വേണ്ടി സഭ പരിശ്രമിക്കുന്നുണ്ട്. അതിൽ പലയിടത്തും വിജയിച്ചിട്ടുമുണ്ട്. മാർത്തോമാ സഭ പ്രത്യേകം ക്ഷണിക്കപ്പെടാതെ കയറി ചെല്ലുകയില്ല ഒരു പ്രശ്നത്തിൻ്റെയും മധ്യത്തിൽ. അഭിമന്യ തിരുമേനിയുടെ അമേരിക്കൻ തിരക്കിട്ട ഈ സന്ദർശനത്തിനിടയിൽ നമ്മളോട് സംസാരിക്കുവാൻ തിരുമനസ് കാണിച്ച ഈ സമയത്തിനായി ചാനലിൻ്റെ പേരിൽ അങ്ങയോടുള്ള നന്ദി, സഭയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. തിരുമേനിയുടെ ജന്മദിനം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. തിരുമേനി വളരെ ആരോഗ്യവാനായും തിരുമേനിയുടെ ബുദ്ധികൂർമ്മതയും ഈ ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ കണ്ടതാണ്. തിരുമേനിക്ക് വീണ്ടും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ.